അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാഠഭാഗം 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 1ാം അധ്യായമായിട്ടുള്ള സ്വബാഹിൽ ഈദ്, പെരുന്നാൾ പ്രഭാതം എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പാഠഭാഗം നിങ്ങൾ വായിച്ച് അർത്ഥം വെച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഈ പാഠഭാഗം എന്ത് ചെയ്യണം, വായിച്ച് മനസ്സിലാക്കി അർത്ഥം വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കണം. ജസ്റ്റ് ഞാനൊന്ന് വായിച്ചു പോകാം. ഫി സ്വബാഹൽ യോമിൽ ഈദി, പെരുന്നാൾ ദിവസത്തിൻ്റെ രാവിലെ. ഇസ്തൈഖല സാലിഹുൻ, സാലിഹ് എണീറ്റു. വ ഉഖ്തുഹു, സാലിഹിൻ്റെ സഹോദരിയും എണീറ്റു. സാലിഹത്തുൻ, സാലിഹ. ഖബലുൽ ഫജ്രി, സുബഹിക്ക് മുമ്പ്. വഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. സാധാരണ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ചൊല്ലാറുള്ള ദിക്ർ അൽഹംദുലില്ലാഹില്ലദി, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. എങ്ങനത്തെ അള്ളാഹുവാണ്? അഹിയാന ബഅദമാ അമാതന, മരണത്തിന് ശേഷം നമ്മെ പുനർജീവിപ്പിച്ച. വ ഇലൈഹിൻ നുശൂർ, അവനിലേക്ക് തന്നെയാകുന്നു നമ്മുടെ മടക്കവും. സുമ്മ തവല്ലഅ സ്വാലിഹുൻ, പിന്നെ സ്വാലിഹ് ഉളൂ ചെയ്തു. വ ഖറജ ഇലൽ മസ്ജിദി, അവർ പിന്നെ അവൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു. മഅ അബീഹി, അവൻ്റെ പിതാവിനോടുകൂടെ. വ സ്വല്ലയ, അവർ രണ്ടുപേരും നിസ്കരിച്ചു. അസുബഹ, സുബഹ് നിസ്കരിച്ചു. ഫി ജമാഅത്തിൻ, ജമാഅത്തായിട്ട് അല്ലെങ്കിൽ ജമാഅത്തിൽ തന്നെ നിസ്കരിച്ചു. വ ഖറഅൽ ഖുർആന, അവർ രണ്ടുപേരും ഖുർആൻ ഓതി. സുമ്മ റജഅ, അവർ മടങ്ങി. ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഖറഅ, റജഅ, സ്വല്ലയ. ഇത് പറഞ്ഞാൽ എന്താണ്? സ്വല്ലയ, ഒന്ന് രണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് പേര്. ഖറഅ, ഓക്കെ. റജഅ, ഓക്കെ. ബാക്കി. വസല്ലത്തു സ്വാലിഹത്തു, സ്വാലിഹയും നിസ്കരിച്ചു. ഫി ബൈത്തിഹ, അവളുടെ വീട്ടിൽ. മഅ ഉമ്മിഹ, ഉമ്മയോടുകൂടെ. വ ഖറഅത, അവർ രണ്ടുപേരും ഖുർആൻ ഓതി. കണ്ടോ, ഖറഅത എന്നാണ്. രണ്ടുപേരും ഖുർആൻ പാരായണം ചെയ്തു. സുമ്മ ദഹബൽ ജമീഉ, എന്നിട്ട് അവരെല്ലാവരും പോയി. ഇലൽ മത്ബഖി, അടുക്കളയിലേക്ക് പോയി. വ സനഅത്തിൽ ഉമ്മു, എന്നിട്ട് ഉമ്മ ഉണ്ടാക്കി. തുആമൻ, ഭക്ഷണം. ലദീദൻ, മധുരമുള്ള, രസകരമായ, രുചികരമായ ഭക്ഷണത്തെ ഉണ്ടാക്കി. അപ്പോൾ സനഅത്തിൽ ഉമ്മു തുആമൻ ലദീദ, ഉമ്മ രുചികരമായ ഭക്ഷണത്തെ ഉണ്ടാക്കി. വ സഅദഹ, സഹായിച്ചു, ഉമ്മയെ സഹായിച്ചു. സ്വാലിഹുൻ വ ഉഖ്തുഹു, സാലിഹും സാലിഹിൻ്റെ സഹോദരിയായ സ്വാലിഹയും ഉമ്മയെ സഹായിച്ചു. സുമ്മ ഖുത്തസല സ്വാലിഹുൻ, സാലിഹ് കുളിച്ചു. ലിൽ ഈദി, പെരുന്നാളിന് വേണ്ടി കുളിച്ചു. പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ടൊക്കെ കുളിച്ചു. സുമ്മ ഖുത്തസല സ്വാലിഹുൻ, സാലിഹ് കുളിച്ചു. ലിൽ ഈദി, പെരുന്നാളിന് വേണ്ടി കുളിച്ചു. അതായത് പെരുന്നാൾ കുളിച്ചു. വലബിസ, വസ്ത്രം ധരിച്ചു. മലാബിസുഹു, അവൻ്റെ വസ്ത്രം. അൽ ജദീദ, പുതിയ. അപ്പോൾ വലബിസ മലാബിസഹുൽ ജദീദ, പുതിയ വസ്ത്രം സ്വാലിഹ് ധരിച്ചു. വ ഖറജ, പുറപ്പെട്ടു. ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. മഅ അബീഹി, അവൻ്റെ പിതാവിനോട് കൂടെ. വഹുമ യുക്കബ്ബിറാനി, തക്ബീർ, അവർ രണ്ടുപേരും തക്ബീർ ചൊല്ലിക്കൊണ്ട്. വ ബഅദ സലാത്തിൽ ഈദി, പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം. ലഖിയ സാലിഹുൻ, സാലിഹ് കണ്ടുമുട്ടി. അസ്ദിഖാഅഹു, അവൻ്റെ കൂട്ടുകാരെ. വസല്ലമ അലൈഹിം, അവരുടെ മേൽ അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലി. വ തബാദലു തഹാനിയ, പരസ്പരം പെരുന്നാൾ ആശംസകൾ കൈമാറുകയും ചെയ്തു. സുമ്മ സാറ സ്വാലിഹുൻ, പിന്നെ സ്വാലിഹ് സിയാറത്ത് ചെയ്തു, സന്ദർശിച്ചു. ഖബ്ര ജദ്ദിഹി വ ജദ്ദത്തിഹി, അവൻ്റെ വല്ലിപ്പയുടെയും വല്യമ്മയുടെയും ഖബ്ർ. മഅ അബീഹി, അവൻ്റെ പിതാവിനോട് കൂടെ. ബഅദ ദാലിക, ആ ഖബ്ർ സിയാറത്തിന് ശേഷം. റജഅ, അവർ രണ്ടുപേരും മടങ്ങി. ഇലൽ ബൈത്തി, വീട്ടിലേക്ക് മടങ്ങി. വഗ്തസലത്തു സ്വാലിഹത്തു, സ്വാലിഹയും കുളിച്ചു. വസബഗത് യദഹ ബിൽ ഹിന്നായി, ഹിന്നായി എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി. വസബഗത് യദഹ ബിൽ ഹിന്നായി, അവളുടെ കയ്യിൽ മൈലാഞ്ചി ഇടുകയും ചെയ്തു. വലബിസത്തിൽ മലാബിസ, അവൾ വസ്ത്രം ധരിക്കുകയും ചെയ്തു. അൽ ജദീദ, പുതിയ വസ്ത്രം ധരിക്കുകയും ചെയ്തു. വസാഅദത്തു ഉമ്മഹ, വസാഅദത്ത്, അവൾ സഹായിച്ചു. ഉമ്മഹ, ഉമ്മയെ. ഫി തർതീബിൽ മാഇദ, ഡൈനിങ് ടേബിൾ ശരിയാക്കുന്നതിൽ, ഒരുക്കുന്നതിൽ. ഹളറ ജമീഉൽ അഅ്ളാഇൽ ഉസ്റത്തി, അവർ കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് കൂടി. ഹൗലൽ മാഇദ, ഈ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും. വ തനാവലു തആമ, അവരൊന്നിച്ച് ഭക്ഷണം കഴിച്ചു. സുമ്മ സാറ സ്വാലിഹുൻ വ ഉഖ്തുഹു, സുമ്മ സാറ, പിന്നീട് സിയാറത്ത് ചെയ്തു, സന്ദർശിച്ചു. സ്വാലിഹുൻ, സ്വാലിഹുൻ വ ഉഖ്തുഹു, സാലിഹിൻ്റെ സഹോദരി. അൽ അഖാരിബ,
കുടുംബക്കാരെ, മഅൽ അബവൈനി മാതാപിതാക്കളോട് കൂടെ. പാഴ്ത്ത നൽകി അൽ അമ്മു പിതൃ സഹോദരൻ നൽകി. പാഴ്ത്തൽ അമ്മു പിതൃ സഹോദരൻ നൽകി. സ്വാലിഹൻ വ ഉഖ്തുഹു സ്വാലിഹനും അവൻ്റെ സഹോദരിക്കും. ഈദീയത്തൻ ജമീല മനോഹരമായ പെരുന്നാൾ സമ്മാനം. വാഴ്ത്താഹുമ അവർ രണ്ടുപേർക്കും നൽകി. അൽ ഹാലു മാതൃ സഹോദരൻ നൽകി. മിഅത്ത റൂപിയ 100 രൂപയും നൽകി. അപ്പോൾ ഇത്രയാണ് നമ്മൾ അർത്ഥം വെച്ച് മനസ്സിലാക്കേണ്ട ഭാഗങ്ങൾ. ഇത് അർത്ഥം വെച്ച് തന്നെ പഠിക്കുക. ഇനി നമ്മൾ അടുത്ത ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ബഹസിലേക്ക്, അതായത് ചർച്ചയിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാഠഭാഗത്തിൽ വന്നിട്ടുള്ള അൽ ബഹസു ചർച്ചകളാണ്. കുല്ലു കലിമത്തി മുലവനത്തി ബില്ലൗനിൽ അഹ്മരി ഫിന്നസി. പാഠഭാഗത്തിൽ വന്നിട്ടുള്ള ചുവന്ന നിറം നൽകപ്പെട്ടതായ കലിമത്തുകൾ എന്താണ്? ഫഴലുകളാണ്. ഇവിടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ, സ്തൈഖല, തവല്ല, വസല്ലത്ത്, വസനായത്ത്, തസ്ല, അങ്ങനെ വന്നിട്ടുള്ള ഇതൊക്കെ എന്താണ്? കലിമത്തുകൾ എന്താണ്? അത് ഫഴലാണ്. വക്കുല്ലു കലിമത്തി മുലവനത്തി ബില്ലൗനിൽ അഹ്മരി, പച്ച നിറത്തിൽ നൽകിയിട്ടുള്ള കലിമത്തുകൾ നമ്മളവിടെ കണ്ടു. തദ്ലു അലാമൻ വഖഅ മിൻഹു അൽ ഫിഅലു. ക്രിയ ആരിൽ നിന്ന്, അതായത് ഫിഅല് ആരിൽ നിന്ന് സംഭവിച്ചു എന്നതിനെ എന്ത് ചെയ്യുന്നു? അത് സൂചിപ്പിക്കുന്നു. നമുക്കത് വിശദീകരിക്കാം. വകുല്ലു കലിമത്തി മുലവനത്തി ബിലൗനിൽ അർസഖി, നീല നിറത്തിൽ അടയാളപ്പെടുത്തിയ ലഫ്ലുകൾ അല്ലെങ്കിൽ കലിമത്തുകൾ നമ്മൾ കണ്ടു. തദ്ലു അലാ ഷൈഇൻ വഖഅ അലൈഹിൽ ഫിഅലു. ക്രിയ ആരിലേക്ക് സംഭവിച്ചു, ആ പ്രവൃത്തി ആരിലേക്ക് സംഭവിച്ചു എന്നതിനെ സൂചിപ്പിക്കുന്നതാണെന്ത്? നീല നിറത്തിൽ നൽകിയിട്ടുള്ള ലഫ്ലുകൾ, കലിമത്തുകൾ അവിടെ കണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് വസനഅത്തുൽ ഉമ്മു ത്വആമൻ, ഇവിടെ ഉണ്ടല്ലോ അല്ലെല്ലാം. വസനഅത്തി ഉണ്ടാക്കി, അൽ ഉമ്മു ഉമ്മ ഉണ്ടാക്കി. അപ്പോൾ സനഅത്ത് എന്നുള്ളത് ഒരു ഫെയിലാണ്, ഉണ്ടാക്കുക. ആരുണ്ടാക്കി? ഉമ്മ ഉണ്ടാക്കി. അപ്പോൾ ഇത് ഫെയില്, ഉമ്മു എന്നുള്ളത് ഫാഇല്. ത്വആമൻ എന്തിനെ ഉണ്ടാക്കി? സനഅ എന്ന പ്രവൃത്തി ആരിലേക്കാണ് നീങ്ങിയത്? ത്വആമൻ എന്നതിലേക്കാണ്. അപ്പോൾ ത്വആമൻ എന്നുള്ളത് എന്താണ്? മഫ്ഊലാണ്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത് ഫിഅല്, ഉമ്മു ഫാഇല്, ത്വആമൻ മഫ്ഊല്. അപ്പോൾ അതാണ് നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. നമ്മളതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇറാബുകളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ എഴുതി നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ ഉപകാരപ്പെടും. പിന്നീടുള്ള ക്ലാസ്സുകളിലും പിന്നീടുള്ള അധ്യായങ്ങളിലൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ്. ഓക്കെ, ഫത്തഹത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ലമ്മത്ത് പഠിച്ചിട്ടുണ്ട്, കസ്റത്ത് പഠിച്ചിട്ടുണ്ട്, സുക്കൂന് പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഫത്തഹത്ത് എന്നുള്ളത് ഹർക്കത്താണ്. ഇവിടെ കൊടുത്തിട്ടുള്ളതൊക്കെ എന്താണ്? ഹർക്കത്തുകളാണ്. നമ്മളിനി അതിൻ്റെ ഇറാബിൽ അതെങ്ങനെ പറയാമെന്നുള്ളതാണ്. ഫത്തഹത്ത് എന്ന് അല്ലെങ്കിൽ ഫത്തഹ് എന്നുള്ള ഹർക്കത്ത് അത് ഇറാബായിട്ട് പറയുമ്പോൾ എങ്ങനെ പറയും? നസ്ബ് എന്ന് പറയും. ലമ്മത്ത് റഫ്ഉ എന്ന് പറയും. കസ്റത്ത് ജർ എന്ന് പറയും. സുക്കൂന് ജസ്മ് എന്ന് പറയും. ഓക്കെ, അപ്പം നസ്ബ്, റഫ്, ജർ, ജസ്മ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചു വെക്കണം. ഇതിനനുസരിച്ചാണ് ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങളുള്ളത്. അതാണ് ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകം കരുതി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഫിഇൽ എന്താണ്, ഫാഇൽ എന്താണ്, മഫ്ഊലുൻ ബിഹി എന്താണ് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അൽ ഫിഇലു കലിമത്തുൻ തദുല്ലു അലാ ഹുസൂലി അമലിൻ ഫീ സമനി ഖാസിൻ. പ്രത്യേക സമയത്ത് സംഭവിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേക കാലത്ത് സംഭവിക്കുന്ന ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്ന കലിമത്തിന് പറയുന്ന പേരാണെന്ത്? ഫിഇൽ എന്നുള്ളത്. ഒരു പ്രത്യേക സമയത്ത് സംഭവിക്കുന്ന ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്ന കലിമത്തിനാണ് എന്ത് പറയാം? ഫിഇൽ എന്ന് പറയാം. അപ്പോൾ നമ്മൾ പ്രത്യേക സമയം, പ്രത്യേക കാലം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? മാലി, മുലാരി ഒക്കെ പഠിച്ചിട്ടുണ്ട്. മാലി എന്ന് പറഞ്ഞാൽ ഭൂതകാലം, മുസ്തഖ്ബിൽ അല്ലെങ്കിൽ മുലാരി എന്ന് പറഞ്ഞാൽ ഭാവി കാലം. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട 2-3 കാലങ്ങളുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്നിൽ, ഇപ്പോൾ നമ്മളൊരു ഫീൽ പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ മാലിയായ ഫീലായിരിക്കും, അല്ലെങ്കിൽ മുലാരിയായ ഫീലായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു സമയത്ത്, കാലത്ത് സംഭവിക്കുന്ന ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്ന കലിമത്തിനാണ് എന്ത് പറയുന്നത്? ഫിഇൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫാഇൽ എന്ന് പറഞ്ഞാലോ, ഇസ്മുൻ മർഫൂഉൻ യദുല്ലു അലാ മൻ വഖഅ മിൻഹു അൽ ഫിഇലു. ഫാഇൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ്, സബ്ജക്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
അപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയ ആരിൽ നിന്ന് സംഭവിച്ചു? യദുല്ലു അലാ മൻ വഖഅ മിനൽ ഫിഅലു. ഈ ഫിഅല് ആരിൽ നിന്ന് സംഭവിച്ചു? അപ്പോൾ കുട്ടി ഭക്ഷണം കഴിച്ചു അല്ലേ? ആ ഭക്ഷണം കഴിക്കുക എന്നുള്ള ആ പ്രവൃത്തി ആരിൽ നിന്നാണ് സംഭവിച്ചത്? കുട്ടിയിൽ നിന്ന്. അപ്പോൾ കുട്ടി എന്താണ്? കുട്ടി ഫായിലാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി മഫൂലും ബിഹാണ്. മഫൂലും ബിഹി എന്ന് പറഞ്ഞാൽ കർമ്മം അല്ലേ? ഒബ്ജക്റ്റ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അപ്പം മഫൂലും ബിഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മൻസൂബുൻ യദുല്ലു അലാ ഷൈഇൻ വഖഅ അലൈഹിൽ ഫിഅലു. ക്രിയ, അതായത് ഫിഅല് ആരുടെ മേലാണ് സംഭവിച്ചത്? ഇപ്പോൾ ഉസ്താദ് കുട്ടിയെ അടിച്ചു. അടി എന്നുള്ള ഫിഅല് ആരുടെ മേലാണ് സംഭവിച്ചത്? കുട്ടിയുടെ മേൽ. അപ്പോൾ ഉസ്താദ് ആരെ അടിച്ചു? ഉസ്താദ് കുട്ടിയെ അടിച്ചു. അപ്പോൾ കുട്ടി എന്താണ്? കുട്ടി മഫൂലും ബിഹാണ്. അങ്ങനെയാണ്. അപ്പോൾ ഫിഅല് ആരുടെ മേൽ സംഭവിച്ചു എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന കലിമത്തിന് പറയുന്ന പേരാണ് എന്ത്? മഫ്ഊലും ബിഹി എന്നുള്ളത്. നമ്മളിവിടെ പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം, ഫാഇലി എന്ന് പറഞ്ഞാൽ അതിന് ഇസ്മുൻ മർഫൂൻ, റഫ് ചെയ്യപ്പെട്ട ഒരു ഇസ്മാണ്. മഫ്ഊലു ബിഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മൻസൂബും, അത് നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മാണ്. നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞല്ലോ മഫ്ഊലും ബിഹിക്ക് നസ്ബ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഫതഹത്തായിരിക്കും. ഇനി ഫായിലിന് എന്താണ്? റഫാണ്. അപ്പോൾ എന്തായിരിക്കും? ലമ്മത്തായിരിക്കും. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു വസല്ലത്ത് നിസ്കരിച്ചു, സ്വാലിഹത്തു സാലിഹ നിസ്കരിച്ചു. ഇവിടെ എന്താ ഇറാബ്? ലമ്മത്താണ്. അപ്പോൾ എന്താണ്? റഫാണ്. അപ്പോൾ ഫായിലിൻ്റെ ഇറാബ് റഫാണ്. ഇവിടെ പറഞ്ഞു വസനായത്തിൽ ഉമ്മു. ഉമ്മു എന്നുള്ളത് ഫായിൽ റഫ്. ത്വആമൻ ഭക്ഷണം എന്നുള്ളത് മഫൂലും ബിഹി. അപ്പോൾ അത് ത്വആമൻ നസ്ബ് അല്ലേ? അപ്പോൾ ഫായിലിന് ഇറാബ് റഫും മഫ്ഊലിന് ഇറാബ് എന്താണ്? നസ്ബുമാണ്. ഇത് വിശദമായിട്ട് ശേഷമുള്ള ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ, സനായത്തുൽ ഉമ്മു ത്വആമൻ. ഉമ്മ എന്ത് ചെയ്തു? ഭക്ഷണം പാകം ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കൂ, സനാഅത്ത് എന്നുള്ളത് ഫിഅല്, ഉമ്മു എന്നുള്ളത് ഫായില്. ഫായിലിൻ്റെ ഇറാബ് എന്താണ്? റഫാണ്. ത്വആമൻ എന്നുള്ളത് ഭക്ഷണം. അപ്പോൾ ഭക്ഷണം എന്നുള്ളത് മഫ്ഊലും ബിഹി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇറാബ് എന്താണ്? നസ്ബാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ലഖിയ സ്വാലിഹുൻ അസ്തിഖാഉ. അപ്പോൾ ബാക്കിയൊക്കെ അങ്ങനെ തന്നെയാണ്. ലഖിയ സ്വാലിഹുൻ അൽ അസ്തിഖാ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫിഅല്, ഫായില്, മഫ്ഊല്. അപ്പോൾ നമുക്ക് നോക്കാം. ലഖിയ സ്വാലിഹുൻ അൽ അസ്തിഖാ. ലഖിയ സാലിഹുൻ, സാലിഹ് കണ്ടുമുട്ടിയ അൽ അസ്തിഖാ അവൻ്റെ കൂട്ടുകാരെ. ഓക്കെ. അപ്പോൾ കണ്ടുമുട്ടുക എന്നുള്ള പ്രവൃത്തി ആരുടെ മേലാണ് സംഭവിച്ചത്? അൽ അസ്തിഖാ. അതുകൊണ്ടത് മഫ്ഊലാണ്. ഓക്കെ ആണല്ലോ. ഇനി ലബിസത്ത് സാലിഹത്തു, സാലിഹ ധരിച്ചു. അൽ മലാബിസ വസ്ത്രത്തെ ധരിച്ചു. ഹളറൽ ജമീഉ, ഹളറൽ ജമീഉ എല്ലാവരും ഒരുമിച്ച് കൂടി. ഇവിടെ മഫ്ഊലില്ല, അപ്പോൾ ഫിഅലും ഫായിലും മാത്രമേ ഉള്ളൂ ഇവിടെ. അതുപോലെ തന്നെ ദഹബൽ ജമീഉ എല്ലാവരും പോയി. ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അവിടെ നൽകിയിട്ടുള്ള ആശയം എന്താണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്കൊക്കെ സിമ്പിളായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് തന്നിട്ട്, ജുംല തന്നിട്ട് അതിൽ ഫിഅൽ ഏതാണ്, ഫായിൽ ഏതാണ്, മഫ്ഊലും ബിഹി ഏതാണെന്നൊക്കെ വേർതിരിച്ച് എഴുതാനൊക്കെയാണ് ഈ ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും വരും. ഇനി ഇവിടെ നോക്കൂ. അപ്പോൾ ഇവിടെ ഒരു ജുംല നൽകിയിട്ടുണ്ട്. ആ ജുംലകളിൽ എന്താണ്? ഫിഅൽ ഏതാണ്, ഫായിൽ ഏതാണ്, മഫ്ഊലും ബിഹി ഏതാണെന്ന് തിരിച്ചെഴുതാനാണ്. അത് നിങ്ങൾ തന്നെ സ്വന്തമായി എഴുതുകയായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഖറഅ അൽ അബുൽ ഖുർആന, പിതാവ് ഖുർആൻ പാരായണം ചെയ്തു. അപ്പോൾ ഖറഅ എന്നുള്ളത് പ്രവൃത്തിയാണ്. അപ്പോൾ ഫിഅൽ അബു എന്നുള്ള ആരാണ് പാരായണം ചെയ്തത്? അബു എന്നുള്ള അല്ലെങ്കിൽ പിതാവാണ് പാരായണം ചെയ്തത്. പിതാവ് എന്താണ്? ഫായിൽ. അൽ ഖുർആന ഏതിനെയാണ് പാരായണം ചെയ്തത്? ഖുർആനിനെ. അപ്പോൾ ഖുർആൻ മഫ്ഊലും ബിഹി. അതുപോലെ തന്നെ അകല ഖാലിദുൻ അൽ കഅക, ഖാലിദ് കേക്ക് കഴിച്ചു. സാറ തിഫ്ലു അൽ ജദ്ദ, കുട്ടി വല്ലുപ്പയെ സന്ദർശിച്ചു. സറഅ മുഹമ്മദുൻ അൽ ബഖല, മുഹമ്മദ് പച്ചക്കറി കൃഷി ചെയ്തു. റജഅത്തിൽ ബിൻതു മിനൽ മദ്രസത്തി, മദ്രസയിൽ നിന്ന് പെൺകുട്ടി മടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് നൽകിയിട്ടുള്ള ജുംലകൾ. അതിൽ നിന്ന് ഫിഅൽ ഏതാണ്, ഫായിൽ ഏതാണ്, മഫ്ഊലും ബിഹി ഏതാണെന്ന് തിരിച്ചെഴുതാനാണ്. ഇനി നോക്കൂ, യോജിച്ചത് ഇവിടെ കള്ളിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് യോജിച്ചത് ഇവിടേക്ക് എന്ത് ചെയ്യാനാണ്? എടുത്ത് എഴുതാനാണ്. സാറ അലിയുൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫായിലിൻ്റെ ഇറാബ് ശ്രദ്ധിക്കുക, മഫ്ഊലിൻ്റെ ഇറാബ് ശ്രദ്ധിക്കുക. അതാണ് ഇവിടെ നൽകിയിട്ടുള്ള ഈ പൂരിപ്പിക്കാനുള്ള ഭാഗത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്നുള്ളത്. ഇപ്പോൾ സാറ
അലിയുൻ, അലി സന്ദർശിച്ചു. ഇവിടെ നൽകിയിട്ട് അൽ ജദ്ദു വല്ലിപ്പ, അൽ ജദ്ദത്തി വല്ലുമ്മ, അൽ അസ്തിഖ കൂട്ടുകാരി. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഫെയിലുണ്ട്, ഫായിലുണ്ട്. അപ്പോൾ ഇവിടെ നൽകിയിട്ടില്ലാത്ത ഏതാണ്? മഫൂലാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ മഫൂലിൻ്റെ ഇറാബ് ഏതാണ്? നസ്ബ്. അപ്പോൾ ഇവിടെ ഏതാണ് നസ്ബ് ഉള്ളത്? ഏതാണ് നോക്കുക. ജദ്ദു എന്നുള്ളത് റഫാണ്, ജദ്ദത്ത് എന്നുള്ളത് ജറാണ്. ഇവിടെ നസ്ബ് ഉള്ളത് ഏതാണ്? അൽ അസ്തിഖ. മനസ്സിലായല്ലോ. അപ്പോൾ മഫൂലും ബിഹിൻ്റെ ഇറാബ് മൻസൂബ്, നസ്ബ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ മിസ്സായിട്ടുള്ള ബ്രാക്കറ്റിലിട്ടത് ഏതാണ്? നസ്ബ്. അപ്പോൾ ഇവിടെ മിസ്സായിട്ടുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഫീല് നൽകിയിട്ടുണ്ട്, ഫായില് നൽകിയിട്ടുണ്ട്, പിന്നെ വിട്ടുപോയത് മഫൂലും ബി ആണ്. മഫൂലും ബിൻ്റെ ഇറാബ് നോക്കുക, എടുത്തെഴുതുക. അതുപോലെ തന്നെ അക്കല കഴിച്ചു, അസമക്ക മത്സ്യം കഴിച്ചു. ഇവിടെ ഫെയില് നൽകിയിട്ടുണ്ട്, മഫൂലും ബിഹി നൽകിയിട്ടുണ്ട്. ഇവിടെ വിട്ടുപോയത് ഏതാണ്? ഫായിലാണ്. ഫായിലെ ഇറാബ് എന്താണ്? റഫാണ്. തിഫില എന്നുള്ളത് തിഫില നസ്ബാണ്, അതുകൊണ്ട് അതല്ല. പിന്നെന്താണ്? യഅ്കുലു എന്നുള്ളത് അത് ഇസ്മല്ല, അത് ഫെയിലാണ്, കഴിക്കുന്നവർ. അൽ കിത്തു പൂച്ച. ഇവിടെ എന്താണ്? ഇറാബ് റഫ്. അപ്പോൾ അതാണ് എന്ത്? ഫായിലായിട്ട് വരുന്നത്. ഇവിടെ തിഫില എന്നുള്ളത് ഇസ്മാണ്, പക്ഷേ നസ്ബായതുകൊണ്ട് തന്നെ നമുക്കത് അവിടെ കൊണ്ടുവരാൻ കഴിയില്ല. പിന്നെ മൂന്നാമത്തേത് ഡാഷ് അൽ വലതു അൽ ബിത്തീഹ, കുട്ടി തണ്ണിമത്തനെ. നമ്മളെന്താണ് അവിടെ ചെയ്യേണ്ടത്? ഇവിടെ എന്തല്ലാത്തത്? ഫായിലുണ്ട്, മഫൂലും ബിഹിണ്ട്. പിന്നെ ഇല്ലാത്തത് ഫെയിലാണ്. ഉമ്മു എന്നുള്ളത് എന്താണ്? ഇസ്മാണ്, അത് ഫീലല്ല. താജിർ എന്നുള്ളതും ഇസ്മാണ്, അതും ഫീലല്ല. പിന്നെ കത്ത എന്നുള്ളതാണ് എന്ത്? ഫെയിലായിട്ടുള്ളത്. അപ്പോൾ കത്ത അൽ വലതു അൽ ബിത്തിഹ, കുട്ടി തണ്ണിമത്തൻ മുറിച്ചു. അപ്പോൾ അതാണ് അവിടെ അങ്ങനെയാണ് എഴുതാനുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ബ്രാക്കറ്റിട്ടൊക്കെ തരുന്ന ഭാഗങ്ങളിൽ എന്താണ് മിസ്സായിട്ടുള്ളത്, ആ മിസ്സായതിനെ എങ്ങനെ പരസ്പരം തിരിച്ചറിയാം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. അടുത്തൊരു ഭാഗം പറഞ്ഞിട്ടുള്ളത് താഴെ നൽകിയിട്ടുള്ള കള്ളികളിൽ നിന്ന് ഇവിടെയൊക്കെ ഫായിൽ വിട്ടുപോയിട്ടുണ്ട്. ആ ഫായിലിനെ ആ കള്ളിയിൽ നിന്ന് യോജിച്ചത് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ജെൻഡർ നോക്കിയിട്ടാണ് അല്ലേ, സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ എന്നൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പോൾ അബു എന്നുള്ളത് എന്താണ്? അത് പുരുഷനാണ് അല്ലേ, മെയിലാണ്. ഉമ്മു എന്നുള്ളത് ഫീമെയിലാണ്. ഉഖ്തു എന്നുള്ളതും ഫീമെയിലാണ്. ഇപ്പോൾ ഗസല എന്നുള്ള പദം അവനൊരു പുരുഷൻ കഴുകി എന്നാണ്. അപ്പോൾ ഇവിടെ മെയിലായിട്ടുള്ളത് ആരാണ്? അൽ അബു. ഓക്കെ. അപ്പോൾ ഗസലൽ അബു സിയാബ, പിതാവ് വസ്ത്രം കഴുകി. ഇനി നജഹത്ത്, നജഹത്ത് എന്ന നജഹ നജഹ നജഹു, അത് പുരുഷന്മാർ പോയി. നജഹത്ത് അപ്പോൾ സ്ത്രീലിംഗാണ്. അപ്പോൾ ഇവിടെ നജഹത്ത്, ഇവിടെ മിഥിലാജ് എന്ന് പറഞ്ഞാൽ മെയിലാണ്. അതുപോലെ തന്നെ ജാബിർ എന്ന് പറഞ്ഞ മെയിലാണ്. പിന്നെ ഇവിടെ ഏതാ വരിക? ഖദീജ, ഖദീജ അല്ലേ. അപ്പോൾ നജഹത്ത് ഖദീജത്തു ഫിൽ ഇംതിഹാനി, ഖദീജ പരീക്ഷയിൽ വിജയിച്ചു. അതുപോലെ തന്നെ തഖ്റഉ, തഖ്റഉ മെയിലാണോ ഫീമെയിലാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? സർഫാക്കി നോക്കുക. യഖ്റഉ യഖ്റആനി യഖ്റഊന തഖ്റഉ. അപ്പോൾ എന്താണത്? ഫീമെയിൽ ഫോമാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുക. ജദ്ദു വല്ലിപ്പ, ഉസ്താദ്, ഇതൊക്കെ മെയിൽ ഫോമുകളാണ്. അപ്പോൾ ജദ്ദത്ത് അല്ലേ, വല്ലുമ്മ. അപ്പോൾ തഖ്റ ഉൽ ജദ്ദത്തു, വല്ലുമ്മ പാരായണം ചെയ്തു. അൽ ജരീദ ദിനപത്രം, ദിനപത്രം പാരായണം ചെയ്തു. അപ്പോൾ ഇത്തരത്തിലും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ സർഫാക്കി നോക്കേണ്ടി വരും. അപ്പോൾ അതും ഫീമെയിൽ ഫോമാണോ അല്ലെങ്കിൽ മെയിൽ ഫോമാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സർഫാക്കി നോക്കേണ്ടി വരും. അങ്ങനെയാണത് മനസ്സിലാക്കുക. മേലുള്ളതാണെങ്കിലോ നമ്മൾ അതിൻ്റെ ഏറാബുകൾ നോക്കിയിട്ട് അല്ലേ, റഫാണെങ്കിൽ ഫായിലായിരിക്കും, നസ്ബാണെങ്കിൽ മഫൂലായിരിക്കും എന്നുള്ളത് നോക്കിയിട്ടാണ് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തൊരു ഇതിലേക്ക് പോവുകയാണ്. നെക്റൗൽ ആയാത്ത് താലിയ, താഴെ കുറച്ച് ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. വനക്ക് തഷീഫു മിൻഹൽ ഫെയിലൽ ഫായിലൽ മഫൂലൻ ബിഹി, താഴെ നൽകിയിട്ടുള്ളതിൽ നിന്ന് ഫെയിൽ ഫായിൽ മഫൂൽ എന്നുള്ളതിനെ വേർതിരിക്കാനാണ്. അപ്പോൾ വക്കത്തല ദാവൂദ് ജാലൂത്ത, ദാവൂദ് ജാലൂത്തിനെ വധിച്ചു അല്ലേ. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന ഒരു ആയത്താണത്. അപ്പോൾ കത്തല എന്നുള്ളത് എന്താണ്? ഫെയില്, ദാവൂദു ഫായില്, ജാലൂത്ത എന്നുള്ളതോ മഫൂലും ബിഹി അല്ലേ. ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്, അള്ളാഹു വാഗ്ദത്തത്തെ ലംഘിക്കുകയില്ല. അപ്പോൾ അതിൽ നിന്ന് ഫെയിൽ ഏതാണ്, ഫായിൽ ഏതാണ്, മഫൂൽ ഏതാണ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഭാഗത്തേക്ക് എടുത്ത് എഴുതുക. ഓക്കെ. അഅദല്ലാഹുലഹും മഗ്ഫിറ, അള്ളാഹു അവർക്ക് പാപമോചനം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഫെയില്, ഫായില്, മഫൂല് അത് ഇവിടുന്ന് എടുത്തെഴുതാനാണ്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. നമ്മളതിൻ്റെ വിശദമായ
കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായി നിങ്ങൾക്കത് എഴുതാവുന്നതന്നെ ഉള്ളൂ. ഇനി ആറാമത്തെ നൽകിയിട്ടുള്ളത് താഴെ നൽകിയിട്ടുള്ള അക്കാരിബ് കുടുംബക്കാരുടെ പേരുകളാണ്. അപ്പോൾ അത് ഉസ്താദിൻ്റെ സഹായത്തോടു കൂടെ എഴുതാനാണ്. നമുക്ക് നോക്കാം. ജദ്ദുൻ എന്ന് പറഞ്ഞാൽ വല്ലുപ്പ. ഓക്കെ. ജദ്ദത്തുൻ എന്ന് പറഞ്ഞാലോ വല്ലുമ്മ. അമ്മുൻ എന്ന് പറഞ്ഞാൽ പിതൃ സഹോദരൻ. ഓക്കെ. പിതൃ സഹോദരൻ എന്ന് പറഞ്ഞാൽ എളാപ്പ അല്ലേ. അമ്മത്തുൻ എന്ന് പറഞ്ഞാലോ പിതൃ സഹോദരി. ഓക്കെ, പിതൃ സഹോദരി. അതുപോലെ തന്നെ ഖാലുൻ എന്ന് പറഞ്ഞാൽ മാതൃ സഹോദരൻ, അതായത് അമ്മാവൻ. ഖാലത്തുൻ എന്ന് പറഞ്ഞാലോ മാതൃ സഹോദരി. ഓക്കെ, എളാമ മുത്തമ്മ എന്നൊക്കെ പറയില്ലേ. അതുപോലെ ഹഫീദുൻ എന്ന് പറഞ്ഞാൽ കൊച്ചുമകൻ, പേരക്കുട്ടി അല്ലേ, കൊച്ചുമകൻ. സിബുത്തുൻ എന്ന് പറഞ്ഞാലോ കൊച്ചു മകൾ. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അർത്ഥം വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടത് കാണാതെ മനപ്പാഠം പഠിക്കുക. അപ്പോൾ ഇനി നമ്മുടെ പാഠത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പദങ്ങളുടെ അർത്ഥങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ പാഠഭാഗത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ലിസാനുൽ ഖുർആൻ 7ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള സബാഹൽ ഈദുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട പാഠഭാഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.